ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഹെയറിൽ വരുത്തുന്ന എൻ്റെ വീട്ടിലെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് ഹെയർ ഓയിൽ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ വർഷങ്ങളുകൊണ്ട് അമ്മ ഇതിങ്ങനെയാണ് ഉണ്ടാക്കി തരുന്നത് എനിക്ക്. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഈ ഒരു ഹെയർ ഓയിലാണ് പണ്ട് തൊട്ടേ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് അമ്മ പണ്ട് തൊട്ടേ ഇതാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ മുടിയുടെ സീക്രട്ടും അതാണ്. എനിക്ക് പണ്ട് ഒത്തിരി മുടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു ഒത്തിരി ഹെയറും കൊണ്ട് നടന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ പോലെ. എനിക്ക് ഇത്ര മുടി വേണ്ട, എനിക്ക് കുഞ്ഞു മുടി മതി. അങ്ങനെ എൻ്റെ അഹങ്കാരത്തിന് ഞാൻ പോയി അങ്ങ് വെട്ടിക്കളയും. ഇപ്പം ഇത്രയും മുടിയുള്ളൂ. ഇപ്പം കഴിഞ്ഞൊരു 6 മാസത്തിന് മുന്നേ ഇവിടെ വെച്ച് വെട്ടിയത്. ഇപ്പം ഇത്രയും കിളിച്ചു. ഇനി വെട്ടണം. നല്ല രീതിയിൽ കളിക്കും. ഇങ്ങനെ വീഡിയോസിലൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വീക്ക്ലി 2 ടൈംസ് ഹെയറിൽ നല്ലപോലെ ഓയിൽ വരട്ടിയിട്ടൊരു 2 മണിക്കൂറോ 3 മണിക്കൂറോ തലയിൽ വെച്ചിട്ട് ഷാമ്പൂ ചെയ്ത് കളയും. അപ്പം ഇങ്ങനെ നമ്മുടെ ഹെയർ ഭയങ്കര സിൽക്കി ആയിട്ട് കിടക്കും. ഇപ്പം ഇന്ന് എൻ്റെ ഹെയർ ഓയിൽ ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഹെയർ ഓയിൽ ഡേ ആണ്, അതിൻ്റെ കൂടെ അമ്മ ഹെയർ ഓയിൽ തീർന്നു, അപ്പോൾ അത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. സോ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. പിന്നെ ഒരു കുട്ടി എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇടണമെന്ന്. അതും കൂടി കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതെന്ത് ചെടിയാണെന്ന് ചിലർക്കറിയായിരിക്കും, ചിലർക്ക് അറിയത്തില്ലായിരിക്കും. ഇത് കയ്യോന്നിയാണ്. ഇത് വേണം നമുക്ക്. പിന്നെ ഇതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അലോവേര. ഇതും വേണം. ഈ അലോവേര എടുക്കുമ്പം അതിൻ്റെ കറ പോകാൻ വേണ്ടി കുറച്ച് നേരം വെക്കണം, എന്നിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. പിന്നെ വേണ്ടത് ചെമ്പരത്തിയുടെ ആ ഒരു കിളിന്ത ഇലയൊക്കെ ഉണ്ടല്ലോ, അത് വേണം. പിന്നെ മൈലാഞ്ചിയുടെ ഇലയാട്ടോ വേണ്ടത്, അതും വേണമേ. പിന്നെ തുളസി ഇല ഇല്ലേ, അതും വേണം. നമ്മൾ അടുപ്പിലാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നെല്ലിക്ക, കുരുമുളക്, ഉലുവ, ചെറിയ ഉള്ളി, കറ്റാർവാഴ, പിന്നെ കയ്യോന്നി, പിന്നെ ചെമ്പരത്തി ഇല, പിന്നെ തുളസി ഇല, പിന്നെ മൈലാഞ്ചി ഇല. ഇതിപ്പോൾ ആലോവേര അരച്ചത് മാത്രം നമ്മൾ അടുപ്പിലേക്ക് ഇടണം. പിന്നെ മുമ്പ് പേസ്റ്റാക്കി വെച്ച സാധനങ്ങളുണ്ടല്ലോ, കയ്യോന്നി, ബാക്കി എല്ലാ ഇലകളും കൂടെ അരച്ചത്, അത് ഇടണം. എണ്ണ ഒഴിക്കാതെ നമ്മൾ ഇങ്ങനെ ഇടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന്റെ വെള്ളം ഒന്ന് പറ്റാന്. കാരണം എന്താന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ കറ്റാർവാഴപ്പോള അരച്ചത് ഒഴിക്കുകയാണെങ്കിൽ തിളച്ച് തൂക്കി ഇവിടെ എല്ലാം വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി എണ്ണ ഒഴിക്കാൻ പോകണം. ആദ്യം ഇട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ചൂടായിട്ട് വേണം എണ്ണ ഒഴിക്കാൻ. ഞങ്ങളിപ്പം 2 ബോട്ടിലോളം എണ്ണയാണ് ഒഴിച്ചത്. ഇത് നല്ലെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. ലാസ്റ്റ് ഒഴിക്കാം. പിന്നെ മറ്റേ ഇല്ല സാധനം ഒഴിക്കുക, ഇറക്കി കഴിയുമ്പോൾ ഇത് ആവണക്കം. അതെന്താ ചൂടാക്കുമ്പോൾ ഒഴിക്കാത്ത? ഞാൻ ഇറക്കി വെച്ചാൽ ഒഴിച്ചിട്ടുള്ളൂ. ചൂടോടെ ഭയങ്കര ചൂടല്ലേ. ഇതിപ്പോ എത്ര മണിക്കൂർ വെക്കണം? ഇത് നമ്മുടെ അടുപ്പിലെ തീ അനുസരിച്ചായിരിക്കും ഇതിന്റെ ചൂട് വരുന്നത്. ഇത് നല്ലപോലെ തിളച്ച് ഇത് ഈ സാധനമെല്ലാം നല്ല കറുപ്പ് നിറം വരും. കറുപ്പ് നിറം ആവണ്ട, അതിന് മുമ്പുള്ളൊരു കളറ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഇറക്കി വെക്കും. ബാക്കി സാധനങ്ങളുണ്ട്, അത് ഈ തിളച്ച് കഴിയുമ്പോഴായിരുന്നു. തിളച്ച് നല്ല തിളച്ചോണ്ടിരിക്കുന്നു. തിളച്ച് പറ്റും. കുറച്ചു നേരം എടുക്കും. നല്ല തീ ഉണ്ടെങ്കിൽ അത് എളുപ്പം അങ്ങ് തിളയ്ക്കും. കരിയാപ്പില ഇടാൻ മറന്നുപോയി. കരിയാപ്പില ഇപ്പൊ തിളച്ച് കരിയാപ്പില ഇടും.
ബ്ലാ ബ്ലാ പൊട്ടി കളിക്കും. നമ്മൾ തിരിച്ചായിരുന്നെങ്കിൽ പൊട്ടിത്തെറിച്ചേനെ. എങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ഇതൊക്കെ ഇട്ടിരുന്നെങ്കിൽ ഇപ്പൊ പൊട്ടിത്തെറി. ആദ്യം നമ്മള് ഇനിയാണോ മറ്റേ ബാക്കിയുള്ളത് കൊണ്ട് ഉണ്ടായത്? അത് നല്ല ഒന്ന് മൂത്തില്ലല്ലോ. എന്നാ ഇനി കുറച്ച് കഴിഞ്ഞിട്ടോ. സൂക്ഷിച്ച് കയ്യിലൊന്നും വീഴരുത്. ഫുള്ള് റെഡി ആയില്ലയോ? ഇതിനകത്ത് നല്ലെണ്ണ ഒഴിക്കണം. നല്ലെണ്ണ ഇച്ചിരി കുറച്ചേ ഉള്ളൂ. ഇനി ഇത് ചൂടെ മേടിച്ചിട്ട് നമ്മള് കാച്ചി ഒഴിക്കാം. മൊത്തം ഒഴിക്കണോ? മൊത്തം ഒഴിക്കണം. ആ അടപ്പങ്ങ് തുറന്ന് മൊത്തം ഒഴിക്കണം. ഇത് പിന്നെ ഈ ഇതെന്ത് ആവണക്കെണ്ണ. ഇനി എന്തോ താറിട്ട് തലത്തേക്കാം കയ്യും ഡൺ. ഇതെല്ലാം എടുത്ത് വേണേൽ പൊടിച്ച് വേണേൽ ചേർക്കാം. പൊടിച്ച് അതൊക്കെ നമ്മള് ഇതെല്ലാം മൂക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടത്. ഉണങ്ങിയ മിക്സിക്കകത്ത് എല്ലാം ഇട്ട് പിന്നെ ചൂടാക്കണ്ടേ? ഉണങ്ങിയ മിക്സി ഇട്ടിട്ട് ചൂടാക്കണമെന്നില്ല, അത് ചേരും. അരിച്ചെടുത്ത് കുപ്പിയിൽ ഒഴിച്ചു വെക്കണല്ലേ? അങ്ങനെ ഹെയർ ഓയിൽ ഉണ്ടായി കഴിഞ്ഞു. ഇപ്പം ഞാൻ ഒരു ബോട്ടിലോട്ട് അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഇനി തലയിൽ പരട്ടണം. ഇത് നമുക്ക് സ്കാൽപ്പിൽ ഫുൾ എനിക്ക് പരട്ടണം. എനിക്ക് കുറേ ദിവസം പിന്നെ പരട്ടാതിരിക്കാൻ പറ്റത്തില്ല. ഞാനിതിപ്പം എൻ്റെ ഒരു റൊട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീക്സിൽ 2 വട്ടം ഹെയറിൽ ഇങ്ങനെ ഓയിൽ ഫുള്ളും പരട്ടി നല്ല മസാജ് ചെയ്ത് ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് ഷാമ്പൂ ഇട്ട് കഴുകിക്കളാം. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തലവേദന എടുക്കും. എനിക്ക് ഭയങ്കര തലവേദന ഉണ്ട്. അപ്പം ഇനി എണ്ണ വെട്ടാം. ഞാൻ കുറച്ച് എടുത്തോളൂ. ചൂടായതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ എടുത്തോളൂ. 6 എടുത്തത് കുറച്ചാണ്. എന്നിട്ട് ഇനിയിപ്പം സ്കാൽപ്പിൽ മുടിയിൽ ഫുള്ള് നമുക്ക് വെട്ടാം. ഓക്കെ, എങ്കിൽ ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. തലയിൽ മൊത്തം വെട്ട്. ഞാൻ മുടിയിൽ മൊത്തം വെട്ടിട്ട് കാണിക്കാം. സ്കാൽപ്പിൽ മൊത്തം വരട്ടി ഇനി മുടിയിൽ വരട്ടാം. എനിക്ക് പണ്ട് തൊട്ട് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെയർ ഓയിൽ വരട്ടുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കുഞ്ഞിലേക്ക് ഒരു 10 വയസ്സൊക്കെ ഉള്ള സമയത്ത് അമ്മ എന്നെ പിടിച്ച് അവളെ വലിച്ചെഴുത്തിയാണ് മുടിയിൽ എണ്ണ വെട്ടി തരുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എണ്ണ വെട്ടത്തില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. അതൊരു നട്ടിട്ട് സമയം ഒരു 12 മണിയൊക്കെ സമയത്ത് എണ്ണ വെട്ടുന്ന എനിക്ക് ഇപ്പോഴും ഒരു ഓർക്കാൻ ഇഷ്ടമല്ലല്ലോ എനിക്ക്. അതുകൊണ്ട് എണ്ണ പുരട്ടുമ്പോൾ എനിക്കത് മാത്രമാണ് ഓർമ്മ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ നല്ല ചൂട് സമയത്ത് തല എണ്ണ വെട്ടം നമുക്ക് ഒരുമാതിരി ഇല്ലമ്പോ ഒരുമാതിരി ഇറിറ്റേഷൻ പോലെ. എനിക്കിഷ്ടമല്ല. എനിക്കിപ്പോഴും ചൂട് സമയത്ത് ഈ എണ്ണയൊക്കെ വരട്ടിയിട്ട് ചൂടത്ത് വരിക്കുമ്പോൾ എനിക്കിഷ്ടമാണ്. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്. ഒരുമാതിരി ഒരു വല്ലാത്ത ഫീലിങ്ങാണ്. എന്തോ എണ്ണയ്ക്കകത്ത് നമ്മളെ പിഴുങ്ങിയിട്ടേക്കുന്ന പോലെ. അതുകൊണ്ട് ഞാൻ പണ്ട് എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ കസിൻസും എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം, പണ്ട് എണ്ണ പുരട്ടും ഞാൻ അലറിക്കൂവി ഒറ്റരോട്ടം ഓടും. പിന്നെ അടുത്ത ആഴ്ച ആയിരിക്കും എണ്ണ തേക്കാനേ കിട്ടുന്നത്. ഞാൻ പിന്നെ ആഴ്ച മൊത്തം സമയത്തില്ല. ആ ആളാണ് ഞാനിപ്പോൾ ആഴ്ച 2 ദിവസം എണ്ണ പുരട്ടി ഹെയറൊക്കെ നോക്കി. മുടി ഇല്ലാതായിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ലല്ലോ. എനിക്ക് ഹെയർ ഇങ്ങനെ കെയർ ചെയ്ത് നല്ല സ്മൂത്തായിട്ട് കിടക്കുന്നത് ഇഷ്ടം. കഷ്ടപ്പാടാണെങ്കിലും ഞാൻ എല്ലാ വീട്ടിലും ഇങ്ങനെ ചെയ്യുന്നത്
എനിക്കൊരു ക്ലീൻ ആയിട്ട് ഇരിക്കണം. എന്താ എൻ്റെ ലൈഫിൽ എനിക്ക് എല്ലാം ക്ലീൻ ആയിട്ട് ഇരിക്കണം. എൻ്റെ ഹെയർ നല്ലപോലെ സ്മൂത്തൊക്കെ ആയിട്ട് ഇരിക്കണം. ഡാമേജ് ഒന്നും വരാൻ പാടില്ല എന്ന് എനിക്ക് കുറേ വലുതായപ്പോഴത്തേക്ക് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചിലർക്ക് തോന്നും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാൻ 2 ദിവസം ഇങ്ങനെ എണ്ണയൊക്കെ പറ്റി ഇതൊക്കെ ഭയങ്കര ഓവറല്ലേ എന്ന് തോന്നും. ബട്ട് ഒരു നീറ്റ്നെസ്സിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് എൻ്റെ ഹെയറും നല്ലൊരു ഹെയർ ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. എൻ്റെ റൂമും ഞാൻ എപ്പോഴും ഫുൾ ക്ലീൻ ആക്കി ആയിട്ടിരിക്കുന്നത്. പൊടി കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ എനിക്ക് ടൈം കിട്ടുന്ന എപ്പോഴാണോ അപ്പം ഫുള്ളി ക്ലീൻ ആക്കും ഞാൻ എങ്ങനെയെങ്കിലും. വെളിയിൽ ഭയങ്കര സൗണ്ട്. എൻ്റെ വീട് ഭയങ്കര റോഡ് സൈഡിൽ, അതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് കേൾക്കുന്നത്. വണ്ടി പോകുന്നത്. ഇത്രയും നേരം ഒരു വണ്ടിക്കും പോകണ്ടായിരുന്നു, ഇപ്പം തന്നെ പോകണം വണ്ടിക്ക്. എന്തെങ്കിലും ആട്ടെ. ഇനി നമ്മൾ ഒരു ലാസ്റ്റ് റൗണ്ട് കൂടെ ഒത്തിരി എണ്ണ പുരട്ടിയിട്ട് ഇനി ഇത് കഴുകി കളയുന്നതാണ് അതിൻ്റെ വേറൊരു ടാസ്ക്. ഇങ്ങനെ മുടി സെപ്പറേറ്റ് ആയിട്ട് കുറേ ഇട്ട് പുരട്ടണം, എന്നാലും നമ്മുടെ മുടിയിലെല്ലാം ആവത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഇനിയിപ്പം ഞാൻ ഇനിയിപ്പോൾ ടൈമില്ല. ഞാനിപ്പം ഈ വീഡിയോ എടുക്കണ കാര്യം കൊണ്ട് അമ്മയുടെ ടൈം നോക്കി വീഡിയോ എടുക്കാൻ നിന്ന കാരണം നല്ല സന്ധ്യയായി. അപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു 6 മണി 5:30 സംതിങ് കൊണ്ടായി. അതുകൊണ്ട് 3 മണിക്കൂർ ഞാൻ എങ്ങനെ കഷ്ടിച്ച് ഇങ്ങനെ നോക്കിയാലും ഞാൻ 3 മണിക്കൂർ വെക്കും. 3.25 മണിക്കൂർ വെക്കും. വട്ടാന്ന് ചിന്തിക്കും പലരും, പക്ഷേ ഞാൻ വെക്കും. അതെന്താണെന്ന് വെച്ചാൽ മുടിയിൽ എനിക്ക് നല്ല പോലെ എണ്ണയൊക്കെ പിടിച്ച് എനിക്ക് എൻ്റെ മുടി എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം. ഞാൻ ഇങ്ങനെ വളവളം സംസാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ഒന്നും വിചാരിക്കരുത്. സോ ഇപ്പം നമുക്കിനി 2 മണിക്കൂറത്തേക്ക് വെക്കാം. 2 മണിക്കൂറത്തേക്ക് ഇനി ഈ ഹെയർ ഓയിൽ ഇങ്ങനെ വെക്കാം. ഞാൻ സ്കാൽപ്പിൽ നല്ല രീതിക്ക് മൊത്തം പുരട്ടി. ഞാൻ അതിനാണ് ഇങ്ങനൊരു ബോട്ടിൽ മേടിച്ചത്. ഇങ്ങനത്തെ ഒരു ബോട്ടിൽ മേടിച്ച് സ്കാൽപ്പിൽ ഫുള്ളും ആക്കി ഈ മസാജ് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് സ്കാൽപ്പ് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് ഒരു മൂവി കണ്ടോണ്ടിരിക്കും. ചില ദിവസങ്ങളിൽ ഞാൻ വീക്കിൽ ഒരു ഡേ എങ്കിലും ഈ റൂം ഫുള്ള് ക്ലീൻ ആക്കും. ആ ഡേ ആയിരിക്കും ഞാൻ ഹെയർ ഓയിൽ പുരട്ടിയിട്ട് ഈ റൂം ഫുള്ള് ക്ലീൻ ആക്കാൻ നിൽക്കും. അപ്പോൾ എനിക്ക് ആ 2 മണിക്കൂർ വെറുതെ പോകുന്നില്ല. എനിക്ക് സിനിമ വണ്ടി നേരില്ല. 2 മണിക്കൂറല്ല 3 മണിക്കൂർ കൂടുതലെടുക്കും. എനിക്ക് ഫുള്ള് ക്ലീൻ ആക്കി എല്ലാം കഴുകാൻ കൊണ്ടിട്ട് അത്ര ടൈം എടുക്കും. പിന്നെ വേറൊരു ദിവസം വരുമല്ലോ, ഈ ക്ലീൻ ആക്കാത്തൊരു ദിവസം. ആ ഡേ ഞാൻ ഇതുപോലെ മൂവീസ് കാണും. ഒരു 2 മണിക്കൂർ മൂവി കാണും, പിന്നെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു 3 മണിക്കൂർ ഞാൻ എങ്ങനെയെങ്കിലും കളയും. പക്ഷേ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം ക്ലീൻ ആക്കിയതുകൊണ്ട് ഇന്ന് ക്ലീൻ ആക്കാണ്ട് ഒരു ജോലി എനിക്ക് ബാക്കിയില്ല. സോ മൂവി കാണാം, ഏതെങ്കിലും ഒരു മൂവി കാണാം. ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് കുളിച്ചിട്ട് എൻ്റെ ഹെയർ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. എൻ്റെ ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. എൻ്റെ അമ്മയുടെ ഹെയർ ഓയിൽ, എൻ്റെ അമ്മയുടെ റെസിപ്പീസാണ്. അതിനകത്ത് ഏതോ ഒന്നൊരു സാധനം ഇല്ലായിരുന്നു, എന്തോ ജീരകമോ സംതിങ് എങ്ങാണ്ട് ഇല്ലായിരുന്നു. അതും കൂടെ ആഡ് ആക്കണമായിരുന്നു. അതിപ്പോൾ ഇല്ല. അതില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അതുണ്ടെങ്കിലും നല്ലതാണ്. ഓക്കെ, ഇനി ഞാൻ പോയി 2 മണിക്കൂർ മൂവി കണ്ടിട്ട് വരാം. സോറി, ഞാൻ ഒരു 10 മിനിറ്റ് ഹെയർ മസാജ് ചെയ്തിട്ട് മൂവി കാണാൻ പോകാം. ഓക്കെ, ഹെയർ മസാജ് ചെയ്ത് കഴിഞ്ഞ് ഇനി മൂവി കാണാൻ പോകാം. ഓക്കെ, ഇപ്പം 2 മണിക്കൂറെന്ന് ഞാൻ പറഞ്ഞ് 2.5 മണിക്കൂറായി. ഇപ്പം 8:30 ആയി. 6 മണിക്ക് തലയിൽ ഹെയർ ഓയിൽ വരട്ടിയതാണ്. ഇപ്പം 8:30 ആയി. 2.5 മണിക്കൂറായി. ഇനി കുളിക്കാം. ഇല്ലെങ്കിൽ ഇനി നിന്ന് കഴിഞ്ഞാൽ ഞാൻ 9 മണിക്ക് കുളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പനി പിടിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ കുളിച്ച് കഴിഞ്ഞു. ഇനി ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കും. ഇത്രയും നേരം ആയില്ലേ, ഇപ്പോൾ ഒരു എത്ര മണിയാണെന്നറിയില്ല, ഒരു 9:30 എങ്ങാണ്ടായി. സോ നനഞ്ഞ മുടിയും കൊണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ഉണക്കിയിട്ട് വെക്കാം. ഇനി കാണിച്ചു തരാം എങ്ങനെ ഹെയർ ഉണ്ടെന്ന്. ഹെയർ ഓയിലൊക്കെ പുരട്ടിയിട്ട് ഷാമ്പു ചെയ്ത് ഇപ്പം എങ്ങനെയാണ് ഹെയർ ഇരിക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരാം. നല്ല മണമുണ്ട്.
നനഞ്ഞിരിക്കുക. നല്ലപോലെ നനഞ്ഞിരിക്കുകയാണ്. ഇനി ഒന്ന് ഉണക്കാം ചെറുതായിട്ട്. ഹെയർ ഉണക്കുന്നതിന് മുന്നേ ഒരു ഹെയർ സിറം ഇരട്ടാം. ലോറിയലിൻ്റെ എക്സ്ട്രാordinary ഓയിലാണ്. പറ്റുന്നില്ല. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒരു ഹെയറിനൊരു ഫ്രഷ്നെസ് തരുന്നുള്ളൂ നമ്മൾ. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നൊരു ഹെയർ ഡ്രയറാണ്, ലെക്മി ഗോൾഡിൻ്റെ. ഇത് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ആക്കാം. ചെറുതായി കണ്ടാൽ ഇപ്പം ഒരു സൈഡ് ഉണക്കിയുള്ളൂ. ഈ സൈഡ് ഉണങ്ങാത്ത സൈഡ് കണ്ടോ? ഇത് ഞാൻ ഉണക്കിയതേക്കില്ലേ, ഇത് ഉണങ്ങാത്ത സൈഡ്, ഇത് ഉണങ്ങിയ സൈഡ്. ഷാമ്പൂ ഇട്ട് എണ്ണ പുരട്ടി ഇത്ര നേരം ഷാമ്പൂ ചെയ്ത് കഴിയുമ്പോൾ മുടി ഭയങ്കര സ്മൂത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ മുടി ഈ ഒരു ടെക്സ്ചറിൽ കിടക്കുന്നതാണ് എനിക്കിഷ്ടം. ഇങ്ങനെ സ്മൂത്തായിട്ട് കിടക്കും, നമുക്ക് വലിയ ഇറിറ്റേഷൻസ് ഒന്നും വരില്ല. നല്ല സ്മെല്ലും ആയിരിക്കും, നല്ലൊരു ലുക്കിലും കിടക്കും. ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ നല്ല ലുക്കിലൊക്കെ കിടക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീക്കിൽ 2 വട്ടം ഈ ഹെയർ ഓയിൽ വരട്ടിയിട്ട് ഷാമ്പൂ ഒക്കെ ഇടുന്നത്. എന്നാലും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഈ സൈഡ് നോക്കാം. ഒത്തിരി ഡ്രൈ ആക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നൈറ്റ് അല്ലേ, ഞാനൊരിക്കലും പറയത്തില്ല ഇപ്പം ഇങ്ങനെ കുളിച്ച് നമ്മൾ എണ്ണയൊക്കെ പുരട്ടി കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹെയർ ഉണക്കണം എന്ന്. എന്താണെന്ന് വെച്ചാൽ അതിലും നല്ലത് നമ്മൾ നാച്ചുറലായിട്ട് ഉണങ്ങുന്നതാണ്. നേരത്തെ കുളിക്കണം. ഞാൻ നേരത്തെ കുളിച്ചില്ല, നൈറ്റൊക്കെ കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല ഇതിപ്പം നൈറ്റാണ്, ഇല്ലെങ്കിൽ എനിക്ക് വല്ല പനിയൊക്കെ പിടിക്കുന്നത്, എനിക്ക് തൊണ്ടവേനയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെറുതായിട്ടൊരു ചെറുതായിട്ടൊന്ന് ഉണക്കിയതുള്ളൂ. കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഫുള്ളായിട്ട് ഉണക്കി അത് സ്ട്രൈറ്റ് ചെയ്തൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒരു ആ നനവ് മാറാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് ഉണക്കി. നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ശരിക്കും ഞങ്ങൾക്ക് വർക്കായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല മുടി പിടിക്കാറുണ്ട്. എൻ്റെ സിസ്റ്ററിനും നല്ല മുടി ഉണ്ടായിരുന്നു. എനിക്ക് ഇന്ന് താഴെ വരെ ഒരു പകുതി വരെ മുടി ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ വെട്ടിക്കളഞ്ഞതാണ്. ഇപ്പോഴും ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് എനിക്ക് പിന്നെ സ്റ്റിൽ കിളിച്ചുകൊണ്ട് ഇങ്ങനെ കിളിക്കുന്നുണ്ട്. ഞാൻ ഇവിടം വരെ കണ്ട് വെട്ടിക്കളഞ്ഞ ഇവിടം വരെ എത്രയും ഇപ്പം ഒരു 6 മാസം കൊണ്ട് കളിച്ചത് അത്ര. ഇനി വെട്ടണം. അടുത്ത എൻ്റെ ആഗ്രഹം ഇവിടെ വെച്ച് മുടി വെട്ടണം എന്നാണ്. പക്ഷെ വീട്ടിൽ സമ്മതിക്കത്തില്ല. നോക്കാം എങ്ങനെയെങ്കിലും വെട്ടാൻ പറ്റുമോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിതുപോലെ എണ്ണ പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതെണ്ണയാണെങ്കിലും തലയിൽ പുരട്ടുമ്പം ഇതുപോലെ കുറച്ച് നേരം വെച്ച് നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിച്ച് ഒരു 2.5 മണിക്കൂറൊക്കെ ഇങ്ങനെ വെച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഷാമ്പൂ ചെയ്ത് കഴിയുമ്പോഴും നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാം നമുക്ക്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുറേ പേരെന്നെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നില്ല. എൻ്റെ വീഡിയോസ് കാണുന്ന പലരും പ്ലീസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ആഗ്രഹമാണ് നിങ്ങളുടെ ഈ വീഡിയോസ് കാണുന്നവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇത് കാണത്തുള്ളൂ. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു. എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ലായിരുന്നു അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നും ഒന്നും ആഗ്രഹമില്ലായിരുന്നു. ഞാൻ ഇതുപോലൊരു ലൈഫ് തന്നെയായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്കിപ്പം ഈയിടെയായിട്ട് തോന്നി എനിക്ക് മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്യണം. എല്ലാവരും കണ്ടാൽ നല്ലതായിരിക്കും. അതുപോലെ ആർക്കെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ്സ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മറ്റുള്ളവർക്കും ഹെൽപ്ഫുൾ ആണെങ്കിൽ അവർക്കും പറഞ്ഞു കൊടുക്കും എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ചാനലൊക്കെ തുടങ്ങിയത്. സോ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ്. ബൈ ബൈ.